നമസ്കാരം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കോയ കോളിംഗ് എന്ന പേരിൽ ഒരു പരിപാടി ആരിഫ് ഹുസൈൻ അവതരിപ്പിക്കുന്നുണ്ട് അയാളുടെ യൂട്യൂബ് ചാനലിൽ. ആരിഫ് ഹുസൈൻ ഈ പരിപാടി തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി. എന്നാൽ ഈ അടുത്ത ദിവസം മറ്റൊരു കുത്തിത്തിരിപ്പുകാരൻ ഈ പരിപാടി ഏറ്റെടുത്തു, ഷാജൻ സ്കറിയ. ഷാജൻ സ്കറിയ ഏറ്റെടുത്തപ്പോഴാണ് ഞാൻ ഈ സംഭവം ശ്രദ്ധിക്കുന്നത്. അതിനുശേഷം ആരിഫിന്റെ ചാനലിലൊക്കെ കയറി നോക്കി. മുഴുവനൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല. കാരണം അത് കണ്ടപ്പോൾ, ആ പരിപാടി കണ്ടപ്പോൾ, അതിൽ പ്രതികരിക്കുന്ന ചില ആളുകളൊക്കെ പറയുന്ന കാര്യങ്ങൾ കേട്ടപ്പോൾ കാര്യങ്ങൾ ഏറെക്കുറെ മനസ്സിലായി. എന്തായാലും ഇവിടെ ഇസ്ലാമിലേക്ക് ചില ആളുകളൊക്കെ മതം മാറി പോകുന്നു, മറ്റു മതങ്ങളിൽ നിന്ന് ഇസ്ലാമിലേക്ക് പോകുന്നു. അങ്ങനെ ഇവിടെ ജിഹാദ്, ലവ് ജിഹാദ് ഒക്കെ നടക്കുന്നുണ്ട് എന്ന് ഉറപ്പിച്ചു പറയുകയാണ് ആരിഫ് ഹുസൈൻ. ഷാജൻ അത് ഏറ്റെടുത്തു. ഇവിടെ ഏതെങ്കിലും മതത്തിൽ വിശ്വസിക്കാനും അല്ലെങ്കിൽ മതമില്ലാതെ ജീവിക്കാൻ, യുക്തിവാദിയായി ജീവിക്കാൻ, നിരീശ്വരവാദിയായി ജീവിക്കാനൊക്കെ എല്ലാവർക്കും അവകാശമുണ്ട്. ഭരണഘടന അത് ഉറപ്പ് നൽകുന്നുണ്ട്. പക്ഷേ ചില കൂട്ടർ ഇവിടെ ചില ആളുകളെ നിർബന്ധിച്ച് ചില മതത്തിലേക്ക് ചേർക്കുന്നു, അവർക്ക് ചില വാഗ്ദാനങ്ങൾ കൊടുക്കുന്നു, എന്നിട്ട് അവർ എല്ലാം തിരിച്ചറിയുന്നു, അവസാനം മതം ഉപേക്ഷിച്ചു പോകുന്നു. ഇങ്ങനെ ഒരുപാട് ആളുകളുണ്ട്, കുടുങ്ങിയിട്ടുണ്ട് എന്നൊക്കെ ഇവിടെ ആരിഫ് ഹുസൈൻ മറ്റുള്ള ആളുകളെ ബോധ്യപ്പെടുത്തുന്നു. അത് ഷാജൻ ഏറ്റെടുക്കുന്നു. ഇതാണ് ഈ ഒരു പരിപാടിയുടെ ചുരുക്കം. എന്തായാലും ഒരു കാര്യം ഞാൻ ആദ്യമേ പറയട്ടെ. മുസ്ലിം ആകണമെങ്കിൽ പൊന്നാനിയിലും പോകണ്ട, മഞ്ചേരിയിലെ സത്യസരണിയിലും പോകണ്ട. ആരെങ്കിലും ഒക്കെ പ്രേരിപ്പിച്ച് ഇനി ആരെയും മുസ്ലിം ആക്കാനും നിൽക്കേണ്ടതില്ല. ഇനി അങ്ങനെ ആരെങ്കിലും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണം. അതാണ് എൻ്റെ അഭിപ്രായം. ഇവിടെ ആരിഫ് ഹുസൈനോട് ഐഷ എന്ന് പറയുന്ന ഒരു യുവതി സംസാരിക്കുന്നുണ്ട്. ആ യുവതി വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് സംസാരിക്കുന്നത്. ആലുവക്കാരിയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അവരുടെ സംസാരം കേട്ടിട്ട് ആലുവക്കാരിയാണെന്നൊന്നും തോന്നുന്നില്ല. അവരൊരുപാട് കാര്യങ്ങൾ പറയുന്നു. ആരിഫ് ഹുസൈൻ അതൊക്കെ കേൾക്കുന്നു. ഒരു പ്രത്യേക അന്വേഷണ ഉദ്യോഗസ്ഥന്റെ റോളിലാണ് ആരിഫ് ഹുസൈൻ ഇതൊക്കെ കേൾക്കുന്നത്. എന്തോ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്ന ഒരു ഭാവം അയാളുടെ മുഖത്തുണ്ട്. ഇതാണ് ഷാജൻ സ്കറിയ ഏറ്റെടുത്ത് മറ്റുള്ള ആളുകളിലേക്ക് എത്തിച്ചിരിക്കുന്നത്. എന്തായാലും പൊന്നാനിയിൽ ഒരു സ്ഥാപനമുണ്ട്, മാവിനത്തുൽ ഇസ്ലാം സഭ എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട്. ഈ ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ആ സ്ഥാപനത്തെ കരിവാരി തേക്കുന്ന രീതിയിലൊക്കെയുള്ള ചില പ്രചരണങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വ്യാപകമായി കാണുന്നുണ്ട്. അതുകൂടെ കണ്ടപ്പോഴാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളൊക്കെ പറയണം എന്ന് തീരുമാനിച്ചത്. അതുപോലെ തന്നെ മഞ്ചേരിയിലെ സത്യസരണി എന്ന് പറയുന്ന സ്ഥാപനവുമായി ബന്ധപ്പെട്ട് എനിക്ക് ആ സ്ഥാപനം എവിടെയാണ് എന്നറിയില്ല. ഇപ്പോൾ ആ സ്ഥാപനം ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആദ്യമേ ഞാൻ പറഞ്ഞല്ലോ, മുസ്ലിം ആകണമെങ്കിൽ ഇനി സത്യസരണിയിലും പോകേണ്ടതില്ല, അല്ലെങ്കിൽ ഈ പൊന്നാനിയിലെ സ്ഥാപനത്തിലും പോകേണ്ടതില്ല. ഒരാൾക്ക് മുസ്ലിം ആകണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ, ആ മതത്തെ അവർ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, അതിലേക്ക് പോകണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ അവർ ചൊല്ലേണ്ട, അല്ലെങ്കിൽ അവർ പറയേണ്ട, അവർ വിശ്വസിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ വിശ്വസിച്ച് അതിലേക്ക് പോവുക. പിന്നീട് അവിടെ ചെന്നാലുള്ള ആചാര അനുഷ്ഠാനങ്ങളൊക്കെ ഉണ്ട്, അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പഠിക്കുക. അതറിവുള്ള ആരിൽ നിന്നും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാം. പ്രത്യേകിച്ച് എവിടെയും പോകേണ്ടതില്ല. അങ്ങനെ പ്രത്യേകിച്ച് ഇത്തരം ആവശ്യങ്ങൾക്കായിട്ടൊരു കേന്ദ്രവും ആരും എവിടെയും സ്ഥാപിച്ചിട്ടില്ല. അതിന്റെ ആവശ്യമില്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇനി പൊന്നാനിയുമായി ബന്ധപ്പെട്ട് ചില ആളുകൾ അങ്ങോട്ട് പോകുന്നുണ്ട്, പോകുന്നില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പൊന്നാനിയുമായി ബന്ധപ്പെട്ട് ഞാൻ ഈ സ്ഥാപനവുമായി ഇന്ന് ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. അവിടുത്തെ സെക്രട്ടറിയുമായിട്ടാണ് ഞാൻ ഫോണിൽ സംസാരിച്ചത്. ആ സ്ഥാപനത്തെക്കുറിച്ച് വളരെ കൃത്യമായി എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അത് കൃത്യമായി ബോധ്യപ്പെടുത്തേണ്ട ആളുകളെ ബോധ്യപ്പെടുത്താറുണ്ട്. എങ്ങനെയാണ് അവരുടെ ഒരു രീതി എന്നുള്ളതിനെ കുറിച്ചും അവിടുത്തെ സെക്രട്ടറി എന്നോട് സംസാരിച്ചു. അവിടെ സാധാരണ രീതിയിൽ സ്ത്രീകൾ ഒരു പ്രത്യേക കോമ്പൗണ്ടിലാണ് അവർ താമസിക്കുന്നത്. അവരുടെ ഭക്ഷണമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് പുരുഷന്മാർക്ക് അങ്ങോട്ട് പ്രവേശനമില്ല. ഇനി അവർക്ക് ബന്ധപ്പെട്ട അല്ലെങ്കിൽ അവരുമായി വേണ്ടപ്പെട്ട ആരെങ്കിലും ഒക്കെ അവിടെ താമസിക്കുന്ന ആളുകളെ കാണാൻ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായും അവിടെ താമസിക്കുന്ന ആളുകളുടെ അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു കൂടിക്കാഴ്ച പോലും ആ സ്ഥാപനം അനുവദിക്കുകയുള്ളൂ. അതായത് അവിടെ ഒരു സ്ത്രീ താമസിക്കുന്നു, അവർ ഇസ്ലാം പഠിക്കാൻ വന്നതാണ്, അവർക്ക് വരുന്ന ആളെ കാണണം എന്നുള്ള ഒരു തോന്നൽ, ഒരു താല്പര്യം അവർക്ക് കൂടി ഉണ്ടാകണം. അതുണ്ടെങ്കിൽ മാത്രമേ അനുവദിക്കൂ. അത് തന്നെയാണ് പുരുഷന്മാരുടെ ഒരു കോമ്പൗണ്ട് ആണെങ്കിലും അത്തരത്തിൽ തന്നെയാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. സ്ത്രീകളെ പഠിപ്പിക്കുന്നതും അവർക്ക് ഭക്ഷണം കൊടുക്കുന്നതും അവരുമായി ബന്ധപ്പെട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നത് സ്ത്രീകൾ തന്നെയാണ്. ഇപ്പുറത്ത് പുരുഷന്മാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടക്കുന്നതും അങ്ങനെ തന്നെയാണ്. ഇനി ആരെങ്കിലും അങ്ങോട്ട് കയറി ചെന്ന് എനിക്ക് മുസ്ലിം ആകണം, എനിക്ക് ഇസ്ലാമുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പഠിക്കണം എന്നൊക്കെ പറഞ്ഞു ചെന്നാൽ അവിടെ അഡ്മിഷൻ ഒന്നും കൊടുക്കുന്നില്ല. ഒരു നാട്ടിൽ ഒരാൾക്ക് അങ്ങനെ ഒരു താല്പര്യമുണ്ടായി, ആ നാട്ടിൽ നിന്ന് ബന്ധപ്പെട്ട മഹല്ല് കമ്മിറ്റി അവരെ അവിടെ അഡ്മിഷൻ എടുക്കുന്നതിന് വേണ്ടി, അഡ്മിഷൻ കൊടുക്കുന്നതിന് വേണ്ടി കത്തൊക്കെ കൊടുക്കണം. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ഉസ്താദ്മാർ, പണ്ഡിതന്മാർ സ്ത്രീകൾക്ക് മെൻസസ് ഉള്ള സമയത്ത് അതിന്റെ തെളിവ് ആവശ്യപ്പെട്ടു എന്നൊക്കെ രീതിയിലുള്ള ചില പ്രചരണങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ചില ആളുകൾ.
ആരാണ് അതിന് പുറകില്ലെന്നൊന്നും പറയാൻ ഞാൻ ആളല്ല. എന്തായാലും അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ആരിഫ് ഹുസൈന്റെ ഈ ഒരു വീഡിയോയാണ്, അല്ലെങ്കിൽ മറുനാടന്റെ ആരിഫ് ഹുസൈൻ ചെയ്ത ആ വീഡിയോ ഏറ്റെടുത്തതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചതിന്റെ ഭാഗമായിട്ടാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോഴാണ്. അതുകൊണ്ടാണ് കുറച്ചെങ്കിലും കാര്യങ്ങൾ പറയാമെന്ന് തീരുമാനിച്ചത്. മൗനത്തുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞല്ലോ, ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ഞാൻ ഇന്ന് സംസാരിച്ചു. അവരിൽ നിന്ന് അറിഞ്ഞ കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയതിന്റെ ഭാഗമായിട്ടാണ് പറയുന്നത്. ആ സ്ഥാപനത്തിലേക്ക് ചെല്ലുകയാണെങ്കിൽ ആ സ്ഥാപനം കാണാം, പരിചയപ്പെടാം, ആർക്കും വരാം, ആർക്കും അവിടെ പ്രത്യേകിച്ച് വിലക്കൊന്നുമില്ല. കൃത്യമായി അത് നല്ല രീതിയിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. എല്ലാ ആളുകളുമായിട്ടും അവർ സഹകരിക്കാറുണ്ട്. പോലീസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാനും പറയാനും ഒക്കെ പോലീസ് വിളിക്കാറുണ്ട്. എന്തായാലും ഈ ഒരു സ്ഥാപനം 100% സുതാര്യമാണ് ഇതിന്റെ പ്രവർത്തനങ്ങൾ എന്ന കാര്യം എല്ലാവർക്കും അറിയാം. എന്നാൽ ഈ ഒരു സ്ഥാപനത്തെ മോശപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ചില വീഡിയോകളൊക്കെ പ്രചരിപ്പിക്കുന്നത്. ഇനി മറ്റു ചില കാര്യങ്ങൾ കൂടെ എനിക്ക് ഇവിടെ പറയാനുണ്ട്. ഒരിക്കലും നടക്കാത്ത അല്ലെങ്കിൽ സംഭവിക്കാൻ സാധ്യതയില്ലാത്ത ഒരു കാര്യം നടന്നു അല്ലെങ്കിൽ നടക്കുന്നു എന്ന രീതിയിലുള്ള വീഡിയോകൾ പ്രചരിപ്പിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ ഇവർ മറച്ചു വെക്കുകയാണ്. ഇവിടെ വെള്ളാപ്പള്ളി നടേശൻ ചിലപ്പോഴൊക്കെ വെളിവുള്ള സമയത്ത് സത്യം വിളിച്ചു പറയാറുണ്ട്. ഇവിടെ ഏറ്റവും കൂടുതൽ മതപരിവർത്തനം നടക്കുന്നത് ഇവിടെ ക്രിസ്തു മതത്തിലേക്കാണ്. അതിന്റെ ആളുകളാണ് ഇത്തരത്തിലുള്ള മിഷണറി പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടുന്നത്. അത് പല രീതിയിലാണ്, നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ആ മേഖലയിൽ നടക്കുന്നുണ്ട്. ഞാനതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. അതെല്ലാവർക്കും അറിയാവുന്ന ഒരു സത്യമാണ്. നമ്മളിപ്പോൾ ആശുപത്രിയിൽ ചികിത്സ തേടി പോകാറുണ്ട്. ക്രിസ്ത്യൻ മിഷണറിക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ആശുപത്രിയിൽ നിങ്ങളൊന്ന് പോയി നോക്കുക. ആ ആശുപത്രിയിൽ നമ്മൾ പണമടച്ചാണ് ചികിത്സ തേടുന്നത്. പണമടച്ചാണ് നമ്മൾ റൂമാണെങ്കിലും വാർഡാണെങ്കിലും അതൊക്കെ എടുത്ത് അവിടെ കിടക്കുന്നത്, ചികിത്സക്ക് വേണ്ടി കിടക്കുന്നത് നമ്മൾ പൈസ കൊടുത്താണ്. പക്ഷെ നമ്മൾ പൈസ കൊടുത്ത് ഒരു ആശുപത്രിയിൽ നമ്മൾ ചികിത്സയിൽ ഇരിക്കുമ്പോൾ ആ ആശുപത്രി റൂമിൽ പോലും മതപരമായിട്ടുള്ള ചില ഫോട്ടോകളും അതുപോലെ തന്നെ ചില വചനങ്ങളും ഒക്കെ എഴുതി വെച്ചത് നമുക്ക് കാണാൻ കഴിയും. അതായത് ആളുകൾ ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്ന ഒരു സമയം, വേദന കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരു സമയം, ഈ ഒരു സമയത്ത് ഇവിടെ യേശു മാത്രമാണ് നിങ്ങളെ രക്ഷപ്പെടുത്താനുള്ളൂ എന്ന രീതിയിലുള്ള ചില വചനങ്ങൾ അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ ഫോട്ടോ, ഇതൊക്കെ വെച്ച് പരമാവധി ആളുകളെ ആ മതത്തിലേക്ക് ആകർഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഇടപെടൽ ഈ ക്രിസ്ത്യൻ മിഷണറിക്ക് കീഴിലുള്ള സ്ഥാപനങ്ങളൊക്കെ നടത്താറുണ്ട്. ഇവിടെ ഒരുപാട് മുസ്ലിം മത സംഘടനകളുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് ആശുപത്രികളുണ്ട്. ഞാൻ ഒരു ആശുപത്രികളിലും ഇത്തരത്തിലുള്ള വചനങ്ങളോ പ്രവാചക വചനമോ ഖുർആൻ വചനമോ അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും എഴുതി വെച്ച് ആളുകളെ അതിലേക്ക് ആകർഷിക്കുന്ന ഒരു രീതി ഞാൻ എവിടെയും കണ്ടിട്ടില്ല. നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കുക. നമ്മളൊക്കെ ഈ നാട്ടിൽ ജീവിക്കുന്ന ആളുകളാണ്. നമ്മളൊക്കെ എല്ലാ മതവിഭാഗങ്ങൾ നേതൃത്വം കൊടുക്കുന്ന സ്ഥാപനങ്ങളിലും നമ്മളൊക്കെ പോയിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടണം, അതുപോലെ തന്നെ ചികിത്സ കിട്ടണം. ഇതൊക്കെ നമ്മുടെ ആവശ്യങ്ങളാണ്, അവകാശങ്ങളാണ്. അതിനുവേണ്ടി നമ്മൾ പണം കൊടുത്ത് ചില സ്ഥലങ്ങളിൽ പോകും. നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാ സ്ഥാപനങ്ങളിലും നമ്മൾ പോകാറുണ്ട്. ആരോടും പ്രത്യേകിച്ച് വേർതിരിവൊന്നും നമ്മൾ കാണിക്കാറില്ല. എന്നാൽ ചില സ്ഥാപനങ്ങളിൽ പോകുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ ഇത്തരത്തിലുള്ള കാഴ്ചകൾ കണ്ടിട്ടുണ്ടോ? അത് സാധാരണക്കാരായിട്ടുള്ള ആളുകളൊന്നും ചിന്തിക്കുക. അതുപോലെ തന്നെ ഇവിടെ RSSന് കീഴിലുള്ള ഒരുപാട് സംവിധാനങ്ങളുണ്ട്. ഈ സംവിധാനങ്ങളൊക്കെ ഈ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്ത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നതിനെ കുറിച്ചും ഒരു അന്വേഷണം നടത്തുക. ഞാനിവിടെ RSSന്റെ സേവാഭാരതിയുടെ കീഴിലൊക്കെയുള്ള ചില സ്ഥാപനങ്ങളിൽ എനിക്ക് പോകേണ്ടി വന്നിട്ടുണ്ട്. ഈ സ്ഥാപനങ്ങളിലൊക്കെ സ്വന്തം ഇഷ്ടപ്രകാരം ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരനെ ഒരു പെൺകുട്ടി സ്നേഹിച്ചാൽ, പ്രേമിച്ചാൽ, കല്യാണം കഴിക്കാൻ തീരുമാനിച്ചാൽ ആ പെൺകുട്ടികളെ ഈ മതത്തിൽ തന്നെ ഉറപ്പിച്ചു നിർത്തുന്നതിന് വേണ്ടി അവരെ ചട്ടം പഠിപ്പിക്കുന്ന ചില സ്ഥാപനങ്ങൾ നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്നുണ്ട്, നമ്മുടെ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. RSSുമായി ബന്ധപ്പെട്ട് സേവാഭാരതിയുടെ കീഴിലൊക്കെ അങ്ങനെ പല സ്ഥാപനങ്ങളുമുണ്ട്. കൃത്യമായി എനിക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ് ഞാൻ ഇക്കാര്യങ്ങളൊക്കെ പറയുന്നത്. ഇവിടെ മംഗലാപുരത്ത് ഒരു കുട്ടി ഒരു ട്രാപ്പിലായി, ഒരു പെൺകുട്ടി. അത് വലിയ വാർത്തയായിരുന്നു, വലിയ വിവാദമൊക്കെ ആയിട്ടുണ്ട്. ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ വാർത്തയും കൊടുത്തിട്ടുണ്ട്. ആ പെൺകുട്ടിയുടെ പേര് അഞ്ജലി എന്നാണ്. തൃശ്ശൂർ ജില്ലക്കാരിയാണ് ആ പെൺകുട്ടി. എല്ലാവരും അറിഞ്ഞതുകൊണ്ടാണ് ഞാൻ ആ വിഷയം വളരെ കൃത്യമായി പറയുന്നത്. ആ പെൺകുട്ടി മറ്റൊരു മതവിഭാഗത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരനെ സ്നേഹിച്ചു. ആ പെൺകുട്ടിയുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ആ ചെറുപ്പക്കാരനെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചത്. ആ പെൺകുട്ടി അങ്ങനെ തീരുമാനിച്ചപ്പോൾ ആദ്യം പെൺകുട്ടിയെ മാനസിക രോഗിയാക്കി. അവിടെ കൊണ്ടൊന്നും കാര്യങ്ങൾ നിൽക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ RSSന് കീഴിലുള്ള മംഗലാപുരത്തെ ഒരു അജ്ഞാത കേന്ദ്രത്തിൽ കൊണ്ടുചെന്നാക്കി ആ പെൺകുട്ടിയെ ക്രൂരമായി ഉപദ്രവിച്ചു. അവസാനം പോലീസ് ഇടപെട്ടാണ് ആ പെൺകുട്ടിയെ അവിടെ നിന്നും രക്ഷപ്പെടുത്തി കൊണ്ടുവന്നത്. ആ പെൺകുട്ടിയുടെ പരാതിയുമായി ബന്ധപ്പെട്ട് മംഗലാപുരം പോലീസ് കേസെടുത്തു. സ്വന്തം അമ്മയൊക്കെ പ്രതിസ്ഥാനത്തുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന RSSന്റെ ചില ആളുകളെയൊക്കെ ഈ കേസുമായി ബന്ധപ്പെട്ട് പിന്നീട് പ്രതി ചേർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആ പെൺകുട്ടി തിരിച്ചു വന്നു, ഇഷ്ടപ്പെട്ട ആളെ തന്നെ വിവാഹം കഴിച്ചു, ഇപ്പോൾ സുഖമായി ജീവിക്കുകയാണ്.
ഇത്തരത്തിൽ RSSന്റെ കീഴിലുള്ള ചില കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നു. അതുപോലെ തന്നെ ക്രൈസ്തവ മതവിഭാഗവുമായി ബന്ധപ്പെട്ട് അവർക്ക് കീഴിലുള്ള ചില സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നു. അതിലപ്പുറം പണം വാങ്ങി നമ്മൾ ചികിത്സ തേടുന്ന ആശുപത്രികൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഇവിടെയൊക്കെ എത്തുന്ന ആളുകളെ ആകർഷിക്കും വിധത്തിലുള്ള പല വചനങ്ങളും, ബൈബിൾ വചനങ്ങളും അതുപോലെ തന്നെ അത്തരത്തിലുള്ള ചില ഫോട്ടോകളും ഒക്കെ പ്രദർശിപ്പിക്കുന്നു. ഇതിനൊന്നും ഇവിടെ യാതൊരുവിധ പ്രശ്നവുമില്ല. എന്നാൽ ഇവിടെ കൃത്യമായി പ്രവർത്തിക്കുന്ന, ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഈ പൊന്നാനി മൗനത്തുൽ ഇസ്ലാം സഭയുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള ഒരു വിവാദങ്ങളും ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. എന്ത് പരാതികൾ ഉണ്ടെങ്കിലും ആ പരാതിയുമായി ബന്ധപ്പെട്ട്, അന്വേഷണവുമായി ബന്ധപ്പെട്ട് സഹകരിക്കാൻ ആ സ്ഥാപനം തയ്യാറാണ്. തീർച്ചയായും അവിടെ ഈ ആരിഫ് ഹുസൈൻ പോലത്തെ ആളുകൾ പറയുന്ന രീതിയിലുള്ള എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ സ്ഥാപനത്തിനെതിരെ കേസെടുക്കാൻ ഇവിടെ എന്താണ് പ്രയാസം? ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ട്, ആ സ്ഥാപനത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്താൻ ഇവിടെ എന്താണ് പ്രയാസം? അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥാപനങ്ങൾ അങ്ങനെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ, ആളുകളെ മതം മാറ്റുന്നതിന് വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിൽ ആ സ്ഥാപനങ്ങൾക്കെതിരെ അന്വേഷണം നടത്താൻ, നടപടി സ്വീകരിക്കാൻ നമ്മുടെ നിയമം അനുസരിച്ച് യാതൊരുവിധ പ്രയാസവുമില്ല. പരാതി കൊടുക്കുകയാണ് വേണ്ടത്. സമൂഹ മാധ്യമങ്ങളിലൂടെ ഇത്തരത്തിലുള്ള കുത്തിത്തിരിപ്പുമായി ഇറങ്ങുന്ന ആളുകൾക്ക് ചില പ്രത്യേക ഉദ്ദേശങ്ങളുണ്ട്. നാറ്റിക്കുക എന്നതാണ് അവരുടെ ഉദ്ദേശം. അതിലപ്പുറം ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് ഇവർക്കറിയാം. അതുകൊണ്ടാണ് ഇവർ ഊരും പേരുമില്ലാത്ത ചില ആളുകളെ കൊണ്ട് ഫോണിലൊക്കെ വിളിപ്പിച്ച് ആ കോളൊക്കെ റെക്കോർഡ് ചെയ്ത് അവർ മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുന്നത്. തീർച്ചയായും അത് സത്യമാണെങ്കിൽ നടപടി ഉണ്ടാകണം, നടപടി സ്വീകരിക്കണം. ഇവിടെ ഇരയായിട്ടുള്ള ആ സ്ത്രീക്കൊപ്പം ഞാൻ നിൽക്കും. ഏതെങ്കിലും ഒരു മതസ്ഥാപനം, ഇനി പൊന്നാനിയിലെ സ്ഥാപനം നമുക്ക് മാറ്റി നിർത്താം, കേരളത്തിൽ ഏതെങ്കിലും ഒരു സ്ഥാപനം അങ്ങനെ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകണം. തീർച്ചയായും ഈ പരാതി പറയുന്ന സ്ത്രീ ആരാണെങ്കിലും അവർ രംഗത്ത് വരണം. കേരളത്തിൽ അത്തരത്തിലുള്ള ഒരു പ്രവർത്തനം നടക്കുന്നില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാനൊരു ഇസ്ലാം മത വിശ്വാസിയാണ്. പക്ഷേ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളോട് എനിക്കൊരിക്കലും യോജിപ്പില്ല. ഇനി ആർക്കെങ്കിലും മുസ്ലിം ആകണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ, അങ്ങനെ നല്ല ഉദ്ദേശത്തോടു കൂടി ആത്മാർത്ഥമായിട്ടാണ് അത്തരത്തിലൊരു ആഗ്രഹമെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു സ്ഥാപനങ്ങളിലേക്കും പോകേണ്ട ആവശ്യമില്ല. ഇനി ഏത് മതമാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഏത് മതത്തിലേക്കും പോകണമെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ, അത് പഠിച്ചിട്ടാണ് പോകുന്നതെങ്കിൽ, ആത്മാർത്ഥമായിട്ടുള്ള സ്വന്തം ഒരു ആഗ്രഹമാണ് എങ്കിൽ അത് സ്വീകരിക്കാൻ നമ്മുടെ രാജ്യത്തെ നിയമം എതിരല്ല, ഭരണഘടന അത് അനുവദിക്കുന്നുണ്ട്. പിന്നെ എന്താണ് പ്രശ്നം? എന്തായാലും ഇത്തരത്തിലുള്ള കുത്തിത്തിരിപ്പുകൾ ചില ആളുകൾ കൊണ്ടു നടക്കുന്നു. സാധാരണക്കാരായിട്ടുള്ള കുറച്ച് ആളുകളെങ്കിലും ഈ കുത്തിത്തിരിപ്പിൽ വീണു പോകുന്നുണ്ട്. ദയവ് ചെയ്ത് ശ്രദ്ധിക്കണമെന്ന് മാത്രമാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്.